പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യയുടെ നമ്മുടെ കർത്താവ് ദാനമായി തന്നല്ലോ. ഈ നല്ല സന്ധ്യയിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഇന്ന് അല്പസമയം ചിന്തിക്കാമെന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്ന തിരുവചനം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അബ്രഹാമിനെക്കുറിച്ച് ചിന്തിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസവും അബ്രഹാമിൻ്റെ അനുസരണവും. എന്നാൽ അതിലുപരിയായി അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടുവെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവത്തിനായിട്ട് ഹോമയാഗം കഴിക്കുവാൻ തക്കവണ്ണം യഹോവയുടെ അരുളപ്പാട് ലഭിച്ചപ്പോൾ ആരോടും അനുവാദം ചോദിക്കാതെ തൻ്റെ മകനുമായി മോറിയാമലയിൽ 3 ദിവസത്തെ വഴി ദൂരം യാത്ര ചെയ്ത് മകനുമായി പോകുന്ന അബ്രഹാമിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതികാലത്തുണർന്നു 2 ബാല്യക്കാരുമായിട്ട് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ഇസ്ഹാക്കുമായി കടന്നു പോകുന്ന അബ്രഹാമിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. വിറകും കത്തിയുമൊക്കെ ആയിട്ട് പോകുന്നു. പറയുമ്പോൾ നമുക്കിത് ഒരു സംഭവ കഥ പോലെ തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു രസം. എന്നാൽ ആ 3 ദിവസം ആ പിതാവ് നേരിട്ടതായ അതികഠിനമായ വേദനയും ശോധനയും ഒന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് 3 ദിവസക്കാലം ചെലവഴിച്ചു എന്നുള്ളത് ഓർത്താൽ അതിഭയങ്കരമായ ഒരവസ്ഥയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മരണത്തിൽ നിന്നും ജീവനെ ഉളവാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കടന്നു പോകുന്ന അബ്രഹാമിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ബാല്യക്കാരുമായിട്ട് കടന്നുപോയി. എന്നാൽ ആരാധനയ്ക്ക് തടസ്സം വരുത്തുന്ന യാതൊന്നിനെയും കൂട്ടത്തിൽ കൂട്ടിയില്ല. ബാല്യക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. എത്ര വലിയൊരു വിശ്വാസമാണ്! ആരാധന കഴിച്ച് മടങ്ങി വരുമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ദൈവത്തിന് ചാരത്തിൽ നിന്നും എനിക്ക് എൻ്റെ മകനെ തിരികെ തരുമെന്നുള്ള ആ വിശ്വാസം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ യാഗപീഠം പണിതു, മകനെ യാഗപീഠത്തിന്മേൽ കിടത്തി, അറുക്കുവാൻ കത്തിയെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വിളിക്കുകയാണ്, അബ്രഹാമേ അബ്രഹാമേ. ബാലൻ അവനെ ഒന്നും ചെയ്യരുത്, അവനോടൊന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അതാണ് ആ വാക്യം. ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് വാർദ്ധക്യകാലത്ത് ലഭിച്ച ഏകജാതനായ പൈതലുമായിട്ട് ഹോമയാഗം കഴിക്കുവാൻ കടന്നു പോകുന്ന അബ്രഹാമിനെ നമുക്കൊന്ന് ഓർക്കാം. ആഴമാർന്ന വിശ്വാസവും അനുസരണവും ദൈവഭയവും ഉണ്ടായിരുന്നു. അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ പടികളായതൊക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന പിന്നെയും അറിയിക്കുകയാണ്. അബ്രഹാം അവിടെ ഒരു ആട്ടിൻകുട്ടിയെ യാഗത്തിന് ഒരുക്കി നിർത്തി. അബ്രഹാമിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ യാഗത്തിന് ഒരുക്കി നിർത്തിയിരുന്നു. അതിനെ പിടിച്ചും മകന് പകരമായി ഹോമയാഗം കഴിച്ചു. നമുക്ക് നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. വിശ്വാസത്തിലുറപ്പിക്കൻ വിശ്വാസത്തിൻ നായക, ആശ്വാസത്തിൻ ദായക, സ്നേഹം ദയ എന്നിലേകൂ. നാഥ, എന്നെ നിൻ കയ്യിലെടുത്തു കാത്തുകൊള്ളണം. പാപങ്ങൾ പോക്കി എന്നെ വെണ്മയാക്കണം. ശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലെന്നും നിറയ്ക്കണം. എന്നെ നിൻ ഓമനയാക്കി മാർവിലണയ്ക്കണം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, കരുണയുള്ള നാഥാ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ഈ സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലോട്ട് ചേർത്ത് വെക്കുകയാണ്. ഈ രാത്രികാലം ഞങ്ങൾക്ക് സുഖകരമായി ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കുമാറാകണം.
രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഭവനവും പരിസരവും അതിരുവരമ്പും വസ്തുവകയും സർവ്വസമ്പത്തും എൻ്റെ അപ്പച്ചൻ്റെ പാദപിടത്തിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവ്, ഈ രാത്രികാലം ഞങ്ങളെ സൂക്ഷിക്കണം. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ പരിപാലിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.